ഇന്ന് നമുക്ക് വേറൊരു ടൈപ്പ് ഓർക്കിഡിനെ പറ്റി നോക്കിയാലോ. ഓർക്കിഡിൽ തന്നെ ഏറ്റവും ഭംഗിയുള്ള ഓർക്കിഡ് ക്യൂൻ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ഓർക്കിഡ് റാണിയെ തന്നെ നമുക്കിന്നൊന്ന് പരിചയപ്പെട്ടാലോ. അതുമാത്രമല്ല, വളരെയധികം സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഓർക്കിഡും കൂടിയാണ് ഈ ഒരു ഓർക്കിഡ്. ഇത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് നല്ല രീതിയിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നശിച്ചു പോകുന്നൊരു ഓർക്കിഡും കൂടിയാണ് ഈ ഒരു ഓർക്കിഡ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് ഫെലനോപ്സിസ് ഓർക്കിഡ്. പേര് ഫെലനോപ്സിസ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഇതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ കുറച്ച് കാര്യങ്ങളും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് വേണ്ടി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണാൻ ചെറിയ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസിന് മുമ്പൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം എന്താണ്ട് ഇതാണ് കണ്ടോ ഫെലനോപ്സിസ്. ഇതാണ് ഫെലനോപ്സിസ് ഓർക്കിഡ്. അതായത് ഞാൻ പറഞ്ഞ ഓർക്കിഡിൽ തന്നെ വളരെയധികം ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ആദ്യം നമുക്കിതിൻ്റെ സൺലൈറ്റിനെ പറ്റി നോക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ഇതിൻ്റെ സൺലൈറ്റ് കെയറിങ്. അപ്പോൾ ഇതിൻ്റെ സൺലൈറ്റിനെ പറ്റി ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ പ്ലാന്റ് വളരെ പെട്ടെന്ന് നശിച്ചു. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഡെൻഡ്രോബിയ, വാൻഡ എന്നതിനൊക്കെ നമ്മൾ വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിരുന്നു ആ ഓർക്കിഡുകൾക്ക് നല്ല രീതിയിലുള്ള സൺലൈറ്റ് ആവശ്യമാണ്, നല്ല രീതിയിലുള്ള വെയിൽ ആവശ്യമാണെന്ന് പറഞ്ഞു, എങ്കിലും അത് പൂക്കത്തുള്ളതെന്ന് പറഞ്ഞു. പക്ഷേ നേരെ തിരിച്ച് നമ്മൾ ഈ ഒരു ഫെലനോപ്സിസ് ഓർക്കിഡിൻ്റെ കാര്യത്തെ ഒരു സൺലൈറ്റിനെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇതിനാവശ്യം. ഒട്ടും ഇതിന് സൺലൈറ്റ് ആവശ്യമില്ല. അഥവാ നല്ല രീതിയിലുള്ള സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ലീവ്സിൽ സൺബേൺ ഉണ്ടാവും. അതായത് നല്ല രീതിയിലുള്ള ഡയറക്റ്റ് സൺലൈറ്റ് കൊണ്ടു കഴിഞ്ഞാൽ ഈ ചെടി അന്ന് തന്നെ നശിച്ചു പോകത്തേ ഉള്ളൂ ഈ ചെടി. ഇപ്പം നാട്ടെ ഈ ഒരു ലീഫ് കണ്ട നിങ്ങൾക്ക് അറിയത് കണ്ടോ. ഇതൊരു അന്ന് ഞാനിത് വെയിലത്ത് ഈയിടെ നമ്മുടെ കുറച്ച് നാൾ മുമ്പ് വെയിൽ വന്നപ്പം ശ്രദ്ധിച്ചില്ലായിരുന്നു കേട്ടോ. നമുക്കിപ്പോൾ സ്കൂളിലൊക്കെ പോകേണ്ട പേരിൽ ശ്രദ്ധിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം അങ്ങനെ ഇരുന്ന് പൊള്ളിപ്പോയതാണ്ടോ ചെടി. അങ്ങനെ ഇരുന്ന് പൊള്ളിയതാണിത്. അങ്ങനെ ഇരുന്ന് അത്രയും പൊള്ളിപ്പോയി. ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഇതേ കണക്കാണ് വരുന്നത്. പക്ഷെ അതെനിക്ക് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല, എനിക്കത് വെച്ചതായതുകൊണ്ട് കുഴപ്പമില്ല. ഇത് ഫംഗൽ ഇൻഫെക്ഷൻ ആണെങ്കിൽ ഈ റൂട്ട് ഇത്രയും നശിച്ചു പോവും. ഇതേ കണക്കുള്ള പുതിയ ഇലയൊന്നും വരുത്തില്ല. ഇത് ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതേ കണക്കുള്ള പുതിയ ഇലകളൊന്നും വരുത്തില്ല. പക്ഷെ ഇത് ഫംഗൽ ഇൻഫെക്ഷൻ അല്ല. കാരണം ഫംഗൽ ഇൻഫെക്ഷൻ പുതിയ ഇല വരുന്നത്. പക്ഷെ ഇതിപ്പോൾ നല്ല രീതിയിൽ പുതിയ ഇലകളൊക്കെ വന്ന് പ്ലാന്റ് ഇപ്പോൾ ഇച്ചിരി അത്യാവശ്യം ഹെൽത്തി ആയതുകൊണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കണക്ക് വെയിൽ അടിച്ചുള്ള കുഴപ്പം ഇതാണ്. ചെടി കംപ്ലീറ്റ് ആയിട്ടും കരിഞ്ഞു പോകത്തേ ഉള്ളൂ. അതാണ് ഈ ഒരു വെയിൽ അടിച്ചുള്ള കുഴപ്പം ഈ ഒരു ഫെലനോപ്സിസ് ഓർക്കിഡ് വരുന്നത്. പിന്നെ നമുക്ക് വെയിലത്ത് വെക്കാം, പക്ഷെ അത് ഈ വെയിലത്ത് വെച്ച് എക്സ്പീരിയൻഡ് ആയിട്ടുള്ള പ്ലാന്റ്. ഇപ്പോൾ നമ്മൾ വെയിലത്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു മാസം കൊണ്ട്, അതായത് ആദ്യത്തെ 2 ദിവസം ചെറിയ വെയിൽ കൊള്ളിക്കുക, പിന്നെ ചെറുതായിട്ട് അങ്ങനെ പതുക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന പ്ലാന്റ് ആണെങ്കിൽ വെയിലത്തിരിക്കും. ഇതേണൊക്കെ എൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. അത് പക്ഷെ നല്ല എത്ര വെയിലത്തിരുന്നാലും ഇപ്പോൾ നശിക്കത്തില്ല. കാരണം അത് ആ ഒരു വെയിലുമായിട്ട് അതങ്ങ് പിടിച്ച് ഇണങ്ങിക്കഴിഞ്ഞാൽ, ആ ഒരു ക്ലൈമറ്റുമായിട്ട് ഇണങ്ങിക്കഴിഞ്ഞാൽ അത് എന്താവും, എത്ര വെയിലുണ്ടെങ്കിലും അത് നിൽക്കും. പക്ഷെ അധികം ആയിപ്പോയാൽ പാടാട്ടോ. പിന്നെ ഇതിന് അധികം സൺലൈറ്റ് ഇല്ലെന്ന് പറഞ്ഞ് ചെറിയൊരു ഷെയ്ഡ് വെട്ടം കിട്ടണം കേട്ടോ. ഒരു രാവിലത്തെ നമ്മുടെ 7 മണി ആ സമയത്തുള്ള വെട്ടത്തിന് കുഴപ്പമില്ല. അതിനൊക്കെ വൈകുന്നേരത്തെ രാവിലത്തെ ഒരു വെട്ടവും പിന്നെ വൈകുന്നേരത്തെ 5 മണിക്കുള്ള ആ ഒരു വെട്ടത്തിനും കുഴപ്പമില്ല. ആ സമയത്ത് വെട്ടം വേണമെങ്കിൽ നമുക്കിതിന് കൊടുക്കാം. അതാണ് ഇതിൻ്റെ സൺലൈറ്റിനെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്കിതിൻ്റെ വാട്ടറിങ്ങിനെ പറ്റി നോക്കാം. അപ്പോൾ ഇതിൻ്റെ വാട്ടറിങ്ങിനെ പറ്റി പറയുമ്പം ഫെലനോപ്സിസ് ഓർക്കിഡ്സിന് വളരെ കുറച്ച് വാട്ടർ മതിയാവും. ഇപ്പോൾ നമ്മൾ ഈ സ്പാഗ്നമോസ് എന്ന് പറയുമ്പോൾ ടൈപ്പ് മോസാണ്. ഈ സ്പാഗ്നമോസിനകത്തായിട്ട് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ എന്തോ ചെയ്യാം, നമുക്ക് ഈ ഒരു വെള്ളം ആഴ്ച ഒരിക്കൽ കൊടുത്താൽ മാത്രം മതിയാവും. ഈ സ്പാഗ്നമോസ് സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം വെള്ളം കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ സ്പാഗ്നമോസ് എന്താണ് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ. ഈ സ്പാഗ്നമോസ് എന്താണ്, ഇതാണ്ടേ ഇത് കണ്ടോ, ഇതാണ് കേട്ടോ സ്പാഗ്നമോസ്. ഇത് നമ്മുടെ ഈ ഹൈ റേഞ്ചിലൊക്കെ കിട്ടും. അങ്ങനെ കൊണ്ടുവന്നാൽ വളരെ നല്ലതായിരിക്കും. ഈ ഓർക്കിഡിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഇതാണ് കേട്ടോ ഈ സ്പാഗ്നമോസ്. ഇതാണ് കേട്ടോ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്നും ഇതായിട്ടുണ്ട് കേട്ടോ, പഴകിയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതായിട്ട് ഇരിക്കുന്നതാണ് കേട്ടോ. ഇതാണ് ഈ സ്പാഗ്നമോസ്. അപ്പോൾ ഇത് ഈ ഒരു പ്ലാന്റിൽ വെച്ച് കൊടുത്താൽ നല്ലുള്ള ഈർപ്പം കിട്ടും. ഇതിപ്പോൾ നമ്മൾ വുഡ് മൗണ്ട് ചെയ്ത പ്ലാന്റിനകത്ത് ഇരുന്ന് കേട്ടോ.
നമ്മൾ വുഡ് മൗണ്ട് ചെയ്തതിനകത്തൊക്കെ ഇത് വെച്ച് കൊടുത്താൽ പെട്ടെന്ന് റൂട്ട് വുഡിനകത്ത് കയറി പിടിക്കാനായിട്ട് വളരെ ഹെൽപ്പായിരിക്കും. അപ്പോൾ ഇതിൻ്റെ വാട്ടറിങ് എത്ര അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ നോക്കി കൊടുക്കുക വെള്ളം. ഒതുക്കമായിപ്പോയാൽ ചെടി കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോവും. പിന്നെ ഇത് ഈ ഒരു മഴ സമയത്ത് അധികമായിട്ടും വെള്ളത്തിന് ആവശ്യമൊന്നുമില്ല ഈ പ്ലാന്റ്. മഴ സമയത്ത് അല്ലാതെ നല്ല ഇതിലുള്ള വെയിലുള്ള സമയത്ത് വേണേൽ നമ്മൾ കൊടുക്കാം. അത് ഈ സ്പാഗ്നമോസ് നമ്മൾ ജസ്റ്റ് ഒന്ന് കൈയിട്ട് നോക്കാം. അപ്പോൾ കൈയിട്ട് നോക്കുമ്പം നമുക്കറിയാൻ നോക്കും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ കൊടുക്കണ്ട, ഇല്ലെങ്കിൽ കൊടുത്താൽ മാത്രം മതി. പിന്നെ ഒരു വേറൊരു ടിപ്പെന്ന് പറയുമ്പോൾ ഇതേ കണക്ക് ഇത് കണ്ട് ഈ റൂട്ട്സ് കാണാൻ പറ്റുന്നുണ്ട് അറിയത്തില്ല, ഇതിനൊക്കെ പച്ച കളർ കണ്ടോ, ഇങ്ങനെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് ഈ പ്ലാന്റിന് സഫീഷ്യൻ്റായിട്ടുള്ള വെള്ളം ഉണ്ടെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇതിൻ്റെ വേറെ കാര്യങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഈ വെള്ളം കൊടുക്കുമ്പം ഈ കൂമ്പ് ഭാഗം കണ്ട് ഇതിൻ്റെ ഈ പ്ലാന്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മുടെ ഈ ഡെൻഡ്രൂബിയം ഓർക്കിഡ് കണ്ടോ, ഇതിൻ്റെ സ്ട്രക്ചർ അല്ലല്ലോ ഈ പ്ലാന്റിന്. ഈ പ്ലാന്റ് സ്ട്രക്ചർ അല്ല നമ്മുടെ ഫെലനോപ്സിസ് ഓർക്കിഡ്സിന്. ഡെൻഡ്രൂബിയത്തിനെന്ന് പറയുമ്പോൾ ഇതേ കണക്കൊരു സ്റ്റെം. അപ്പം നമ്മുടെ ഫെലനോപ്സിസ് ഓർക്കിഡ്സിന് അങ്ങനെ സ്റ്റെം ഇല്ല. അന്നേരം ഈ ഒരു പ്ലാന്റ് ഉണ്ട് ഡെൻഡ്രൂബിയം, ഇതിനിങ്ങനെ സ്റ്റെം വരും, പക്ഷെ ഫെലനോപ്സിസിന് സ്റ്റെം ഇല്ല. അതാണ് ഈ രണ്ട് പ്ലാന്റ് തമ്മിലുള്ള വ്യത്യാസം, അതാണ്. അപ്പോൾ ഇതിന് വരുന്നതെന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, ഇതേ കണക്കിന് ഒരു റൂട്ട്, ഇവിടെ റൂട്ട് കഴിഞ്ഞ ഇല, അങ്ങനെ ഇല വന്നുകൊണ്ടിരിക്കുക. ഒരു സ്റ്റെമ്മെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഓരോ ഇലയുടെ ഇടയ്ക്ക് നിന്നാണ് നമുക്ക് സ്പൈക്ക് വരുന്നത്. അതായത് അതിൻ്റെ പുതിയ ഫ്ലവർ സ്റ്റാക്ക് വരുന്നത് ഈ ഒരു ലീവ്സിൻ്റെ ഇടയിൽ നിന്നായിട്ടാണ്. അന്നേരം ഇപ്പോൾ ദാണ്ട് ഇത് കണ്ട് ഇങ്ങനെ ഈ ഒരു പ്ലാന്റ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഒരു ഫണൽ കണക്കായിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ജസ്റ്റ് ഒരു ഓവ് കണക്ക് ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് കണ്ട് ഇതേ കണക്കിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ഇവിടെ വെള്ളം വീണ് കഴിഞ്ഞാൽ ക്രൗൺ റോട്ട് ഉണ്ടാവും കേട്ടോ. ഈ ഒരു അവിടെ ഇപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഭാഗത്തായിട്ട് വെള്ളം വീണാൽ അവിടെ കൂമ്പ് ചീയൽ വരും. അങ്ങനെ പ്ലാന്റ് നശിച്ചു. അപ്പം ഞാൻ അങ്ങനെ പറ്റിയൊരു പ്ലാന്റ് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാനേ ഇതേ കണക്ക് വുഡിനകത്ത് സെറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇതേ കണക്ക് നേരത്തെ ഞാനൊരു പ്ലാന്റ് വുഡിൽ സെറ്റ് ചെയ്തു. അപ്പോൾ ഇതെങ്ങനെ ആ വുഡിൽ സെറ്റ് ചെയ്യേണ്ടത് നമ്മളൊരു വീഡിയോ ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. താല്പര്യമുള്ളവർ കാണുക. അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് ഞാൻ പറയുന്നുണ്ട് എങ്ങനെ നമുക്ക് ഒരു ഓർക്കിഡ് തടി സെറ്റ് ചെയ്യാം. ഇതാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇതേ കണക്കിന് ഇവിടം കൂമ്പി ചീകലായത് കണ്ടോ, കൂമ്പ് ചീഞ്ഞു പോയി. എത്രയും ഫാം കണ്ടോ, ഇവിടെ ഇങ്ങനെ ചീഞ്ഞങ്ങ് പോയി, വെള്ളം വീണ് അത് അങ്ങനെ ചീഞ്ഞു പോയതാണ് കേട്ടോ. അപ്പം ഇതേ കണക്ക് ചീഞ്ഞു പോകുന്നതിനെ നമുക്ക് എങ്ങനെ സംരക്ഷിക്കണമെന്ന് വെച്ചാൽ അവിടെ നമ്മൾ ഈ സിന്നമൺ പൗഡർ അല്ലെങ്കിൽ സാഫ് ഇൻഡോഫിലൊക്കെ ഒന്ന് പേസ്റ്റ് ചെയ്ത്. ഇനി ഇതിൻ്റെ റൂട്ട്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പ്ലാന്റിന് 2 ടൈപ്പ് റൂട്ട്സ് ആണുള്ളത്. ഒന്നെന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പോട്ടി മീഡിയത്തിനകത്തോട്ട് വളരുന്ന റൂട്ട്. രണ്ടാമത്തേന്ന് പറയുമ്പോൾ ഇതേ കണക്ക് പുറത്തോട്ട് വളരുന്ന ഈ റൂട്ടിനെ പറയുന്നതാണ് ഏരിയൽ റൂട്ട് എന്ന് പറയും. അതായത് ഈ റൂട്ട്സ് പുറത്തുനിന്ന് മിനറൽസും ബാക്കി ഒക്കെ വലിച്ചെടുത്ത് വളരും ഈ റൂട്ട്സ്. അങ്ങനെ പ്ലാന്റ്സിന് ഇത് കൊടുക്കും. പിന്നുള്ളതെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫ്ലവേഴ്സിനെ പറ്റിയാണ്. ഫ്ലവേഴ്സിനെ പറ്റി പറയുമ്പം ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടതെന്ന് പറയുമ്പോൾ ഈ പ്ലാന്റിൻ്റെ ഫ്ലവേഴ്സിന് 6 മാസം വരെ ലാസ്റ്റിംഗ് ഉണ്ട്. 6 മാസം വരെ ഇത് കൊഴിയാതെ നിൽക്കും. അങ്ങനെ എൻ്റെ കയ്യിൽ കുറേ പ്ലാന്റ് അങ്ങനെ നിന്നിട്ടുണ്ട്. ഇത് കൊഴിയാതെ നിൽക്കും, പക്ഷെ അത് നമുക്ക് എന്തോ ചെയ്യാം, ഇതിനെ ഈ ഒരു ഫ്ലവേഴ്സ് നമ്മൾ കറക്റ്റായിട്ട് ഇൻസെക്ടിസൈഡും പെസ്റ്റിസൈഡും ഒക്കെ കൊടുത്തില്ലെങ്കിൽ ആ ഫ്ലവേഴ്സ് ഞാൻ വീഡിയോ പറയാറുണ്ട്, അത് കൊണ്ടുപോകത്തേ ഉള്ളൂ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ ആ ഒരു പെസ്റ്റിസൈഡ് ഒരെണ്ണം ചെയ്തിരുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ അടുക്കളയിലുള്ളൊരു സാധനം വെച്ച് എങ്ങനെ ഇൻസെക്ട്സിനെ തുരത്താം എന്നിനെ പറയാം. അതിനോട് പാമ്പ് ചെറിയ വരത്തില്ല, വേറെ സത്യം. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാൻ കാണുക. അപ്പം ഫ്ലവേഴ്സിനെ പറ്റി പറയാനുള്ളതാണ്. നല്ല രീതിയിൽ കുറേ നാൾ ലാസ്റ്റിംഗ് ചെയ്യുന്ന ഒരു ഫ്ലവേഴ്സാണ് നമ്മുടെ ഫെലനോപ്സിസ് ഓർക്കിഡ്സിൻ്റെത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും നമ്മുടെ ഫെലനോപ്സിസ് ഓർക്കിഡ്സിൻ്റെ ഈ ഒരു കെയറിങ് ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്ലാന്റ് തികച്ചൊരു ഇൻഡോർ പ്ലാന്റ് ആണ് കേട്ടോ. ഇൻഡോർ എന്ന് വെക്കാം, പക്ഷേ ഫ്ലവർ വരുമ്പോൾ നമ്മൾ ചില പുറത്തോട്ട് വെച്ചെങ്കിൽ ഫ്ലവേഴ്സ് വരും. അപ്പോൾ ഇത് ഇൻഡോറിൽ വെക്കാം. ഫ്ലവേഴ്സ് വന്ന് നമുക്ക് എടുത്ത് ഇൻഡോറിൽ വെക്കാം, ഇല്ലെങ്കിൽ ഫ്ലവേഴ്സ് വരത്തില്ല. ഇച്ചിരി വെട്ടമൊക്കെ വേണ്ട സംഭവമാണ് കേട്ടോ ഈ പ്ലാന്റ്. ഇച്ചിരി വെട്ടമൊക്കെ വേണം. അപ്പം ഫ്ലവേഴ്സ് വരുമ്പോൾ ഇൻഡോറിൽ വെച്ച് പെസ്റ്ററൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ 6 മാസമൊക്കെ നിൽക്കും നല്ല അടിപൊളിയായിട്ട്. ഇതിൻ്റെ കുറേ കളേഴ്സ് ഷെയ്ഡുണ്ട്, അതിനൊക്കെ ഭയങ്കര വിലയാണ്. ഇതൊരു ഇൻഡോർ ഓർക്കിഡും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ ഫെലനോപ്സിസ്.
അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നമ്മൾ വിചാരിക്കരുത്. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.